പ്രിയങ്കയുടെ ഒറ്റബുദ്ധി കൊട്ടിക്കലാശത്തിന് കളത്തിലിറങ്ങിയത് തലതൊട്ടപ്പന്മാരായ മൂവർ സംഘം. കേരള രാഷ്ട്രീയം മുഴുവനും ഇന്ന് നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അതിപ്രധാനമായ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം UDF നല്ലതുപോലെ കരുതിക്കുട്ടിയാണ് VD സതീശൻ, സണ്ണി ജോസഫ്, ഒപ്പം കുഞ്ഞാലിക്കുട്ടി എന്നിവരെ കളത്തിലിറക്കിയിരിക്കുന്നത്. ഒന്നാം ഘട്ടം മുതൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും PK ഫിറോസും ചേർന്ന യുവനിരയായിരുന്നു തെരഞ്ഞെടുപ്പ് പട നയിച്ചത് എങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്നു പോയതിനു പിന്നാലെ പ്രചാരണ രംഗത്ത് വരെ ഒരു ഉടച്ചുവാർക്കലും ഉണ്ടായി. സ്വാതന്ത്ര്യാനന്തരം മുതൽ ഈ നാടിനെ അറിയാവുന്ന മുതിർന്നവരും മധ്യവയസ്കരുമായ ഒരു വലിയ വോട്ട് ബാങ്ക് ഈ നിലമ്പൂരിലുണ്ട്. പാരമ്പര്യമായി കിട്ടിപ്പോരുന്ന കുറെ വോട്ടുകൾ, പ്രത്യേകിച്ച് ലീഗിൽ. അവിടെ UDFിനൊപ്പം ഇന്നും കുഞ്ഞാലിക്കുട്ടി അടക്കം ഉറച്ചു നിന്ന് ആര്യാടനെ വിജയിപ്പിക്കാൻ പ്രചാരണത്തിനുണ്ട് എന്ന് കാണിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. അത് കാലാകാലങ്ങളായി കിട്ടിപ്പോരുന്ന വോട്ട് ബാങ്കിനോടുള്ള വിശ്വാസത്തിന്റെ ഒപ്പം നിൽക്കലിന്റെ ഒരു രാഷ്ട്രീയമാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഇന്ന് കോൺഗ്രസിനായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് തലതൊട്ടപ്പന്മാരായ മൂവർ സംഘം ഒരുമിച്ചിരുന്നതും രാഷ്ട്രീയം പറഞ്ഞതും. കൊട്ടിക്കലാശത്തിന്റെ തലേ ദിവസം LDFിന്റെ സ്ഥാനാർത്ഥി ഇവിടുത്തെ DCC പ്രസിഡന്റ് വീട്ടിൽ പോയി അവിടെ വോട്ട് ചോദിക്കുന്നു. അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുന്നു. അല്ല, അതുകൊണ്ട് എന്താ തെറ്റ്? അദ്ദേഹം പോട്ടെ. ഏത് സ്ഥാനാർത്ഥിക്കും ആരുടെയും വീട്ടിൽ പോകാനുള്ള അവകാശവും അധികാരമുണ്ട്. ഞാൻ എത്ര മാസക്കാരെ കണ്ട്, ശ്രീ സണ്ണി ജോസഫ്, ഞാൻ പറയാനുള്ള പേരൊന്നും, ഞങ്ങളൊക്കെ എത്ര പേര്, കുഞ്ഞാലി സാർ, എത്ര പേര്, ഇത്ര പ്രധാനപ്പെട്ട വ്യക്തികളെ. ഇനി ഞങ്ങൾ പോകാൻ നേരത്ത് നിങ്ങളെ വിളിച്ചില്ല എന്ന് മാത്രമേ. അല്ലല്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചില്ല പല സ്ഥലത്തും പോയപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വീട്ടിലെ DV പ്രകാശിൻ്റെ ഭാര്യ ആദ്യം ഒരാൾ പോയപ്പോൾ പറഞ്ഞ മറുപടി കേട്ടല്ലോ. ആ മറുപടി ഞങ്ങളെല്ലാം കണ്ണീരണിയിച്ച, ഞങ്ങളെല്ലാം വിഷമിപ്പിച്ചൊരു മറുപടിയാണ്. എന്നുവെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ്. മൂവർണ്ണ പതാക പുതച്ചാണ് പ്രകാശ് യാത്രയായത്. മരിക്കുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കുമെന്നാണ് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞത്. സ്മിത പറഞ്ഞത്. അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായ പോണത് ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട. അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ. ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര്, അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം. VV പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോകണം? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കേട്ടോ, ഇത്ര മതി. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഇവര് ഈ കൈരളിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാരും കൂടി ഈ നമ്മൾ പറഞ്ഞ സർക്കാരിനെതിരായിട്ടുള്ള വിഷയം ഒരു സ്ഥിരം പരിപാടിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബിനോട് അങ്ങനെ ഒരു വിഷമിപ്പിക്കാറില്ല. ഞാൻ വരുമ്പോൾ ഇവര് 4-5 പേര് കൂടി വന്നിട്ട് ഇവരിങ്ങനെ രസകരമാക്കി വേറെ വിഷയത്തിലേക്ക് പോകും. ചോദ്യമൊക്കെ ചോദിക്കുക, അതിന് പ്രയാസമൊന്നുമില്ല, മറുപടി അസലായിട്ട് പറയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു നോൺ ഇഷ്യൂ എടുത്തിട്ട് അതിന്റെ മുകളിൽ കെട്ടി ചുറ്റിയാൽ അയിമ ചുറ്റി ഞങ്ങളും പണയണം എന്നൊക്കെ നിർബന്ധം പിടിക്കാം. അത് അങ്ങനെയാണെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി വന്നിട്ട് വലിയ ആരോപണമല്ല, ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. ആരോപണത്തിൽ ലീഗിന്റെ ഒരു ചരിത്രം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. തങ്ങൾ അന്ന് ആവശ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോ ഇത് സംബന്ധിച്ച എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാം എന്നിട്ട് ഉറക്കം നടിക്കുക. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംശയമില്ല. ഞാൻ പറയാം, ജനങ്ങൾക്ക് ആ വിഷയത്തിലുള്ള എല്ലാ സംശയവും ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു നിൽക്കും ബേജാറാവണ്ട. ബേജാറാവണ്ട. ആ ജനങ്ങൾക്ക് നിങ്ങൾ കേൾപ്പിക്കുന്നത് ജനങ്ങൾക്ക് എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി ഞങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ സ്വഭാവം മാറിയോ? അവരുടെ രാഷ്ട്രീയ നിലപാട് മാറിയോ? ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ മറുപടികളും പറഞ്ഞു കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. മറുപടി 23-ന് ബാക്കി പറയാം. 23-ന് സീരിയസ് ആയിട്ട് അല്ല, ഞാൻ പറയട്ടെ, തിരിച്ചൊരു ആരോപണം ഞങ്ങൾ പറയാം. സീരിയസ് ആയിട്ട് പല ജനകീയ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞു. ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെയുള്ള ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ട ഈ നാടിലെ മുഴുവൻ ദുരിതത്തിലാക്കിയ
ഈ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങളുടെ വിധി എഴുത്. അതാണ് അജണ്ട. എന്നിട്ട് വേറെ അജണ്ട കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ പറയാണ് പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ UDF കഴിഞ്ഞോ? ഇത് നിങ്ങൾ ചെയ്യണ ചർച്ചയൊന്നും അല്ല, ജനങ്ങൾ ചെയ്യണ ചർച്ച വേറെയാണ്. ഇവിടെ പൊതുമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഒരുപാട് പ്രചരണങ്ങൾ നിലമ്പൂരിൽ നടത്തി. ഈ പ്രചരണം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ വാഗ്ദാനങ്ങളോടെ ഉണ്ടായി. അത് ആർക്ക് സീരിയസ് ആയിട്ട് നടപ്പാക്കാൻ കഴിയും? ഞങ്ങൾക്ക് കഴിയും എന്ന് പറയാനാണ് ഞങ്ങളിന്ന് കൂട്ടായി ഇരുന്നത്. കാണുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതൊന്ന് കൊടുത്താൽ മതി. അതാണ് ഇന്നത്തെ വാർത്ത. ഇന്നത്തെ വാർത്ത. ലീഗിന്റെ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടില്ല, കുഞ്ഞാലിക്കുട്ടി പോലും അകന്നാണ് നിൽക്കുന്നത് എന്നതിനുള്ള മറുപടി കൂടിയാണിത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ദേശാഭിമാനി ആകെ ചെയ്യുന്നത് അവർ കുറച്ചധികം അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അതിന് കോൺഗ്രസുകാരെ കൊണ്ട് മറുപടി പറയിച്ച് അതിൽ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി വിവാദങ്ങൾ ഉണ്ടാക്കലാണ്. എന്തായാലും നാളിതുവരെ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പിന് കണക്കിന് കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.